ഓം അരുണാരുണകല്ലോലകരുണാകലിതാത്മനി നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. ഉണ്മാനില്ലാഞ്ഞൊരു നാളൊരു പിടിയവിലും കൊണ്ടുചെന്നാൻ കുചേരൻ സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാളാദരാൽ ചോറ് നൽകി. സമ്മോദം പൂണ്ടു മുരഹരനവനം തിന്നു പോരും ദശായാം പങ്കജയോനിക്കനവതിതനവും നൽകിനാനന്ദസ്വ. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ശ്രീമദ് ഭാഗവതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് മഹാബലിയുടെ ചരിതം, വാമന ചരിതം പരിശോധിക്കാം. ഭഗവാൻ പറയുകയാണ്, ഇദ്ദേഹം അടുത്ത മന്വന്തരത്തിങ്കിൽ ഇന്ദ്രനായിട്ട് വരും എന്ന് പറയുകയാണ്. സാവർണിമനുവിങ്കൽ ഇന്ദ്രനാകുകയും ചെയ്യും. അത്ര കാലവും സുതരത്തിങ്കൽ ഇരിക്കെ പോയ അത്യന്തമോ പദഭക്തി പൂണ്ടനുദിനം മുക്തനായി വരികെന്ന മുക്താസവും കലർന്ന് ഉത്തമപുമാനരുൾ ചെയ്തുടൻ അവനുടെ മസ്തകമധ്യേ തൃക്കാൽ വെച്ചു മൂവടി തികച്ചത്രയോ നന്നായി വരികെന്ന് അയച്ചരുളിന. ഭഗവാൻ മഹാബലിയുടെ ശിരസിൽ തന്റെ പാദങ്ങളെ വെച്ചു. മഹാബലിയുടെ ശിരസ് ഭഗവത് പാദാരവിന്ദങ്ങളോട് ചേർന്നതിനാണ് ഭഗവാന്റെ പാദം മഹാബലിയുടെ ശിരസിലായി എന്ന് പറയുന്നത്. കാൽ ഉയർത്തി വെച്ചു എന്നുള്ളതാണ് സങ്കല്പമെങ്കിലും സംഭവിക്കുന്നതും അതിന്റെ വസ്തുതയും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം വീണ് ശിരസ് ഭഗവത് പാദാരവിന്ദങ്ങളിൽ വെച്ചു. അപ്പോൾ ഭഗവാന്റെ പാദം മഹാബലിയുടെ ശിരസിലായി എന്ന് പറയുന്നു. ഉയർത്തി ചവിട്ടി എന്നുള്ളതല്ല. എത്രയും നന്നായി വരികെന്ന ചെറുളിനാൽ തൽക്ഷണം പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചുൾക്കനിവിയെന്ന് അതിഭക്തനാം പ്രഹ്ലാദനും ഭക്തവത്സല പ്രസാദത്തെയും വഹിച്ചുകൊണ്ട് ഒക്കത്തക്കവേ പൗത്രൻ തന്നോടുകൂടെ പോയാൻ ചെന്നവർ മുകുന്ദ പാദാബ്ജവും ധ്യാനിച്ചുകൊണ്ട് അന്വകവും സുതലത്തിൽ വാണാരങ്ങിരുവരൂ. സുതലത്തിലേക്കാണ് പോയത്. അവിടേക്കൊപ്പം ആ പിതാമഹനായ പ്രഹ്ലാദനും പോയി. പോകുന്ന വഴിക്ക് അവർ വൈകുണ്ഠലോകത്തിൽ വിഷ്ണുവിനെ കണ്ട് നമസ്കരിച്ചിട്ടാണ് വീണ്ടും പോയത്. അപ്പോൾ സുതലം എന്ന് നമ്മള് പ്രത്യക്ഷമായിട്ട് പറയുമ്പോൾ താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉയരത്തിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതല വിതലങ്ങൾ പറയും, അത് താഴേക്കാണ് കാട്ടുന്നതെങ്കിലും സുതലമാണ് ഏറ്റവും നല്ല തലം. വൈകുണ്ഠനെ കണ്ട് ഇരിക്കാൻ പറ്റിയത്. വൈകുണ്ഠൻ കുണ്ഠതയില്ലാത്തവൻ, കുണ്ഠത യാതൊരു കുണ്ഠതയുമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് വൈകുണ്ഠം. അവിടെ എത്തുമ്പോഴാണ് മനുഷ്യ മനസ്സ് സുതലത്തിലാകുന്നത്. അപ്പോൾ പ്രഹ്ലാദനോടൊത്ത് സുതലത്തിലേക്ക് പോയി എന്ന് പറയുന്നു. പിന്നെ അങ്ങുടൻ ഭൃഗുനന്ദനാജ്ഞയ ബലി തന്നുട മകശേഷം ചെയ്തു കൂട്ടിനാൻ മോദാൽ മഹാബലിക്ക് അനുവാദം നൽകി. പക്ഷെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന അശ്വമേധം ഉണ്ടായിരുന്നല്ലോ, അതിനെ ആ ശുക്രാചാര്യരുടെ അനുഗ്രഹത്തോടുകൂടി ആ യാഗം സർവവും സമർപ്പിച്ചു. തന്നുടെ മകശേഷം ചെയ്തു കൂട്ടിനാ ബലി തന്നുടെ മകശേഷം ചെയ്തു കൂട്ടിനാൻ മോദാൽ. ഇങ്ങനെ മഹാബലിയോടുടൻ ത്രൈലോക്യം പണ്ടിങ്ങ് മൂവടിയായിക്കൊണ്ട് ഇന്ദ്രനു നൽകിയതിനാൽ അനന്തരോ ബ്രഹ്മാവാദികൾ അഖിലരോ ഒന്നിച്ചു നിഗമാന്തവാക്യ ശബ്ദാർത്ഥങ്ങളാൽ ചിന്മയ പദം കൂപ്പി സ്തുതിച്ചങ്ങ് ഉപേന്ദ്രനായി നിർമ്മലൻ തനിക്ക് അഭിഷേകമോ ചെയ്തിടിന. ഉപേന്ദ്രൻ എന്ന പേരോടുകൂടി ഇന്ദ്രന്റെ അനുജനായിട്ട് ജനിച്ചതുകൊണ്ട് ഭഗവാന് ഉപേന്ദ്രൻ എന്ന പേരോടുകൂടി യാഗശേഷത്തെ മംഗളത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്നേ മകരൻ നാരായണൻ തൻ അനുഗ്രഹവശാലങ്ങമരേന്ദ്രൻ താനും സഖ്യമായി വാണിയിടിനാൻ എന്നെല്ലാം ത്രൈവിക്രമം കേട്ടു തന്നകം തെളിഞ്ഞ നേരം തൊഴുത് മത്സ്യാവതാരത്തെ കേൾപ്പാൻ മനവൻ
അത്യാഗ്രഹം പൂണ്ടപേക്ഷിച്ചാൻ എങ്കിൽ നിന്നുള്ളം തെളിഞ്ഞു കേൾക്കെന്ന് ശ്രീശുകൻ ചൊന്നാൻ. അങ്ങനെ മഹാബലി ഏതേത് മന്വന്തരത്തിൽ ആരുടെ നിയോഗത്താൽ ആരാര് നിയോഗിക്കുമ്പോൾ ആരൊക്കെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. സ്ഥൂലമായിട്ട് അവതരിച്ച, സൂക്ഷ്മമായിട്ട് അവതരിച്ച ഭഗവാൻ സ്ഥൂലമായിട്ട് വളർന്ന് ഈ ജഗത്തിനെയെല്ലാം തന്റെ പാതാരബിന്ദങ്ങളിലാക്കിക്കൊണ്ട് ആ മഹാബലിക്ക് അനുഗ്രഹം ചെയ്ത കഥ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ സൂക്ഷ്മമായി അവതരിച്ച് സ്ഥൂലമായി തീർന്ന ഒരു കഥ ഭഗവാനുണ്ട്. അതാണ് മാത്സ്യം അവതാരം. ആ മത്സ്യാവതാരത്തെ പറ്റി എനിക്ക് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശുകബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് ചോദിക്കുകയാണ്. രണ്ടും സാമ്യതയുള്ളതാണ്, രണ്ടും സൂക്ഷ്മമായാണ് അവതാരം. ഭഗവാൻ മഹാവിഷ്ണുവായി അവതരിച്ച് അച്ഛനും അമ്മയ്ക്കും ദർശനം നൽകിയതിനു ശേഷം സൂക്ഷ്മവും പിന്നെ അവിടുന്ന് വടു സ്വരൂപത്തെയും സ്വീകരിച്ചു. ആ ഭഗവാന്റെ ആ ത്രൈവിക്രമ സ്വരൂപം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ആദ്യം ഉണ്ണിയായി ജനിച്ചു, പിന്നെ വടുവായിട്ട് മാറി, വാമനനായിട്ട് മാറി, പിന്നീട് ഈ ലോകം മുഴുവനും നിറയുന്ന ഒരു സ്വരൂപം. അപ്പൊ ജനിച്ചപ്പോൾ ഉണ്ണി, പിന്നീട് വാമനൻ, പിന്നീട് ശരിയായ രീതിയിലുള്ള ആ ഭൂലോകം നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വരൂപ ദർശനം. ഇത് മൂന്നും ഒരേ സമയത്ത് കാണിച്ചു, ഒരേ അവതാരത്തിൽ കാണിച്ചത് കൊണ്ടാണ് ഭഗവാന് ത്രൈവിക്രമൻ എന്ന് പറയുന്നതിന്റെ കാര്യം. മൂന്ന് സ്വരൂപങ്ങളെ ഒരേ സമയം കാണിക്കുകയാണ് ചെയ്തത്. അവതാരം സൂക്ഷ്മമായിട്ടായിരുന്നെങ്കിലും സ്ഥൂലമാകാനും ഭഗവാന് സാധിച്ചു. അതുപോലെ തന്നെ സൂക്ഷ്മ സ്വരൂപമായിട്ടാണ് മത്സ്യാവതാരത്തെ പ്രകടിപ്പിക്കുന്നത്. പിന്നീട് ഭഗവാൻ വളർന്ന് സ്ഥൂലമായ സമുദ്രത്തോളം വലിയ ഒരു മത്സ്യാവതാരത്തെ പ്രാപിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ കഥകൾക്ക് സാമ്യമുള്ളത് കൊണ്ട് എനിക്ക് ആ മത്സ്യാവതാരത്തെ കൂടി ഭഗവാനെ ഒന്ന് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞ് ആ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് നാളെ പരിശോധിക്കാം.